എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സഖാവ് കെ പി രാജൻ, സ്വാഗതം പ്രശംസിച്ച സഖാവ് ശ്യാം, അതിഥികൾ കെ പി രാജീവൻ മാഷ്, ഡോക്ടർ ലജീഷ് സർ, ദീപകടൻ, മറ്റ് സഹാക്കളെ, സുഹൃത്തുക്കളെ. ആദ്യമായി ഇടതുപക്ഷം പ്രതിപക്ഷം എന്ന മാധ്യമ കൂട്ടായ്മയുടെ 4ാം വാർഷിക സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊള്ളുന്നു. സമ്മേളനത്തിന്റെ ഭാഗമായി നവകേരളം AI യുഗത്തിൽ എന്ന ഈ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കാൻ എനിക്ക് അവസരം തന്ന സംഘാടകർക്ക് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തി ജീവിത നിലവാരം ഉയർത്തുകയും അതുവഴി വളർച്ചയ്ക്ക് കേന്ദ്രമാകാൻ ഒരുങ്ങുന്നൊരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കേരളം. നവകേരള നിർമ്മാണത്തിൽ നിർമ്മിത ബുദ്ധിക്ക് പങ്കുചേരാൻ സാധിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. കുറേ മേഖലകളൊക്കെ ഓൾറെഡി രാജീവ് മാഷും ഗിരീഷ് സാറൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. അപ്പം ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള ഇടപെടലുകളാണ് ഈ മേഖലകൾ. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക ന്യായം തുടങ്ങിയ മേഖലകളിൽ നമ്മൾ ഓൾറെഡി നേട്ടങ്ങളൊക്കെ രാജ്യത്തിനകത്തും പുറത്തുള്ള എല്ലാ സമൂഹങ്ങളിലും ഒരു മാതൃകയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ടെക്നോളജിയുടെ വളർച്ചയും ഡിജിറ്റലായ മറ്റു മാറ്റങ്ങളും ലോകമെമ്പാടും വ്യാപകമായ സാഹചര്യത്തിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി എന്ന വാക്ക് വ്യാപകമായിട്ട് പ്രചാരണത്തിലുണ്ട്. നവകേരള സൃഷ്ടിയിൽ നിർമ്മിത ബുദ്ധിയുടെ പങ്കിനെ കുറിച്ച് നാം ഇപ്പോൾ പരിശോധിക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ആദ്യം നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ നോക്കാം. എൻ്റെ ഒരു IT ജോലിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് എനിക്ക് കുറച്ച് അപ്ലിക്കേഷൻസ് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതം രൂപപ്പെടുത്തുന്ന ഒരു മാറ്റത്തിൻ്റെ അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. ലോകം മാറുന്നതോടെ പുതിയ സാങ്കേതിക വിദ്യ വരും, വിവിധപ്പെട്ട രീതികൾ വിദ്യാഭ്യാസ മേഖലയിൽ ലോകമെമ്പാടും വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ മാറ്റത്തിൻ്റെ മുഖ്യ ഘടകങ്ങളിൽ ഒന്നാണ് ഈ AI. ഇത് പുതിയ വിദ്യാഭ്യാസ മാറ്റങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, ശാസ്ത്രീയ പരിശോധന നടത്താനുള്ള സാധ്യതകൾ ഒരുക്കുന്നുണ്ട്. കേരളം പണ്ട് മുതൽ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവമായ മാറ്റങ്ങൾ നടപ്പിലാക്കിയ സംസ്ഥാനമാണ്. നിർമ്മിത ബുദ്ധി മേഖലയിലും മികച്ച മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. AI അധിഷ്ഠിത പഠനക്രമങ്ങൾ, അതായത് ഇന്റലിജന്റ് അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് ട്യൂട്ടറിംഗ് സിസ്റ്റങ്ങൾ, വിദ്യാർത്ഥികളുടെ പ്രകടന പരിജ്ഞാനം എന്നിവ വഴിയുള്ള പുതിയ പഠന മാർഗങ്ങൾ വിദ്യാർത്ഥികൾക്ക് വ്യക്തിഗത അധ്യാപനം ലഭ്യമാക്കാൻ സഹായിക്കുന്നുണ്ട്. സ്കൂൾ മുതൽ കോളേജ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ പെർഫോമൻസ്, അവരുടെ ഡേറ്റ അതായത് അനുസരിച്ച് പ്രത്യേകം തയ്യാറാക്കിയ പഠന സാമഗ്രികൾ വരെ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് അവരുടെ നിലവാരം കൂട്ടാണ് ബേസിക്കലി നടക്കുന്നത്. ഇത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിലും ഒരു അപ്ലിക്കേഷൻ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല എയുടെ സഹായത്തോടെ പഠനത്തിൻ്റെ വേഗത അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂർണ്ണത, സ്റ്റെപ്സ് ടു റിസോൾവ് എ പ്രോബ്ലം എന്നിവയൊക്കെ ബന്ധപ്പെട്ട ഡാറ്റ ശേഖരിക്കുക, വിശകലനം ചെയ്യുക, എന്നിട്ട് ഈ ഡാറ്റ ഈ അധ്യാപകർക്ക് വ്യക്തിഗത പഠന രീതി രൂപകൽപ്പന ചെയ്യാൻ വരെ ഉള്ള മാറ്റങ്ങൾ നമുക്ക് നടത്താൻ പറ്റും. അതായത് വിദ്യാഭ്യാസ നയങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ സഹായിക്കുന്നതാണ്. ഇതിന് പുറമെ ഈ ഡാറ്റ ഉപയോഗിച്ച് വിദ്യാർത്ഥികളുടെ അസസ്മെന്റ് കൂടുതൽ മെച്ചപ്പെടുത്താം. അതായത് ഈ ഓട്ടോമേറ്റഡ് ടെസ്റ്റുകൾ, ക്വിസ് എന്നിവ വിശകലനം ചെയ്തിട്ട് ഈ പറഞ്ഞ അസസ്മെന്റുകൾക്ക് ഉപയോഗിക്കാം. മറ്റൊന്ന്, ഈ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഇതൊരു പരിഭാഷാ സേവനമായിട്ട് കൂടി AI കാണാൻ പറ്റും. കാരണം നമ്മുടെ വിദ്യാർത്ഥികൾ ഇപ്പോൾ പറഞ്ഞ പോലെ പഠിപ്പൊക്കെ കഴിഞ്ഞ് പുറത്തേക്കാണ്, പുറം രാജ്യങ്ങളിലും പുറം സംസ്ഥാനങ്ങളിലൊക്കെ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇവർക്ക് എല്ലാ ഡേറ്റയും ഇപ്പോൾ അവൈലബിൾ ആണ്. കാരണം ഡിജിറ്റൽ ഡിവൈഡ് കുറഞ്ഞു വരുന്ന ഈ കാലത്ത് ഇവർക്ക് ഇംഗ്ലീഷോ മലയാളമോ അല്ലാത്തൊരു ഭാഷയിലെ പുസ്തകങ്ങൾ, അതായത് ആ പുറം രാജ്യങ്ങളിലെ നല്ല ആശയങ്ങൾ പഠിക്കാൻ ഒക്കെ സഹായിക്കാൻ വേണ്ടി ആ പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് അറിയാവുന്ന ഭാഷ വെച്ച് ഇതെല്ലാം നമുക്ക് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നല്ല പഠനത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സഹായമാണെന്ന് തോന്നുന്നു. മറ്റൊന്ന്, ഈ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഈ റിയൽ ടൈം ഇന്ററാക്റ്റീവ് ലേണിംഗ് അനുഭവങ്ങൾ ഇപ്പോൾ പറയും. അതായത് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള വാക്കുകളായിരിക്കും വെർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി, അതായത് VR, AR എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ കൂടുതലും സമഗ്രമായ അധിഷ്ഠിതമായ പഠനവും സാധിക്കാൻ പറ്റും. എയുടെ ഉപയോഗം വിദ്യാഭ്യാസത്തിൽ നിരവധി പ്രയോജനങ്ങൾ നൽകുമ്പോഴും നമുക്ക് ആലോചിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതിന് കുറച്ച് വെല്ലുവിളികളും ഉണ്ട്. അതിലത്തെ മെയിൻ വെല്ലുവിളി ഒന്നാണ് ഡേറ്റ സേഫ്റ്റി.
അതായത് വിദ്യാർത്ഥികളുടെ വ്യക്തിഗത ഡാറ്റയുടെ സംരക്ഷണം വലിയൊരു വിഷയം ആയി മാറും. അപ്പോൾ AI ഉപകരണങ്ങൾ ശേഖരിക്കുന്ന ഡാറ്റയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ IT നിയമങ്ങൾ പോലുള്ള ശക്തമായ IT നിയമങ്ങൾ പോലുള്ള മുൻകരുതലുകൾ നാം സ്വീകരിക്കേണ്ടതാണ്. പിന്നെ AI ഉപകരണങ്ങളിൽ നിന്ന് വലിയ ഉപയോഗം ഈ വിദ്യാഭ്യാസത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊരു ആധിപത്യം ആ ഉപകരണത്തിനുണ്ടാവും. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ കോർപ്പറേറ്റുകൾ സൃഷ്ടിക്കുമെന്നുള്ളൊരു കൺസേൺ പൊതുവെ ഉണ്ട്. അപ്പോൾ അത് പ്രായോഗികമായിട്ടുള്ള പരീക്ഷണങ്ങളുടെയും മറ്റ് അവലോകനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാദേശിക വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരു സുരക്ഷിത വിദ്യാഭ്യാസ അന്തരീക്ഷം ഉറപ്പാക്കണമെന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടതാണ്. അതിനുള്ള ചർച്ചകളും ഈ സാഹചര്യത്തിൽ ഉരുത്തിരിഞ്ഞ് വരേണ്ടതാണ്. ഇതിന്റെ കൂടെ തന്നെ പറയാൻ ഉള്ള ഒരു കാര്യമാണ്, കേരള സർക്കാർ സംഘടിപ്പിച്ച യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പലരും വാർത്ത കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഈ മാസത്തിലാണ് ഒരു പ്രൊജക്റ്റ് അവർ അവതരിപ്പിച്ചത്. അതായത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 കേരളത്തിൽ 98 മനുഷ്യമരണങ്ങളാണ് ഉണ്ടായത്. എന്തുകൊണ്ട്? മനുഷ്യനും മൃഗവും തമ്മിലുള്ള സംഘർഷം കാരണം. അപ്പൊ അതിനൊരു പരിഹാരം എന്ന രീതിയിൽ അതായത് മൃഗങ്ങൾ മനുഷ്യന്റെ സ്ഥലത്തേക്ക് വരാതിരിക്കുകയും കൃഷിയിടങ്ങളൊന്നും വരാതിരിക്കുകയും തടയാൻ വേണ്ടിയിട്ട് AI ഉപയോഗിച്ചുള്ള ഒരു നൂതന സംവിധാനമായിട്ട് കേരളത്തിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾ വന്നിരുന്നു. അപ്പൊ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് 8ാം ക്ലാസ്സിൽ, ഇവർ 10ാം ക്ലാസ്സിലാണ്, അവർ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ കുട്ടികൾക്ക് ഇങ്ങനൊരു വാശന കാണുന്നത്. അപ്പൊ എന്താ വെച്ചാൽ മുള്ളുകമ്പികളിൽ കുടുങ്ങിയിട്ട് ആനകൾക്ക് പരിക്കേൽക്കുക, പിന്നെ അങ്ങനെ കുറെ വാർത്തകളൊക്കെ അവർ കാണുന്നുണ്ടായി. അപ്പോൾ സ്കൂളിലെ സയൻസ് ക്ലബിന്റെ ഭാഗമായിട്ട് 2 കുട്ടികൾ ഒരു പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ സംയുക്തമായിട്ട് പ്രവർത്തിക്കാൻ അത് ടീച്ചറോട് അവർ ആവശ്യപ്പെട്ടു. അപ്പോൾ യഥാർത്ഥ ജീവിത പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രോട്ടോടൈപ്പ് പുറത്തിറക്കാൻ അവർ തീരുമാനിച്ചു. അതൊക്കെ ഈ ഓഗസ്റ്റ് മാസം ആദ്യമായിട്ടാണ് പുറത്തിറക്കിയത്. ഈ സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്രാറെഡ് ക്യാമറകൾ ഉണ്ടാവും, സ്ട്രോബ് ലൈറ്റുകൾ, അൾട്രാസോണിക് വേവ് ജനറേറ്റർ എന്നൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സിസ്റ്റം. അതിനൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഒരു ക്യാമറ വഴി അത് മൃഗത്തെ തിരിച്ചറിയും. ആ മൃഗത്തെ അവിടുന്ന് അകറ്റാൻ കഴിയുന്ന തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തരംഗം, അൾട്രാസോണിക് വേവ് ജനറേറ്ററിൽ ഒരു കമാൻഡ് എത്തി. അപ്പോൾ ആ വേവ്, ആ മെഷീൻ ഇങ്ങനെ ഒരു തരംഗം ഉണ്ടാക്കുമ്പോൾ, അതായത് ശബ്ദ തരംഗം ഉണ്ടാക്കുമ്പോൾ മൃഗങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന, ഓരോ പ്രത്യേക മൃഗത്തിനും കേൾക്കാൻ പറ്റുന്ന പോലത്തെ ഒരു വേവ് പുറപ്പെടുവിക്കും. അപ്പോൾ അത് കേട്ട് മൃഗങ്ങൾ അവിടുന്ന് പോകും. നമുക്കാണെങ്കിൽ അത് കേൾക്കാനുള്ള, നമ്മുടെ ചെവിക്ക് അത് കേൾക്കാനുള്ള കഴിവില്ല. അപ്പൊ മൃഗങ്ങൾക്ക് മാത്രം അവരെ അവിടുന്ന് ഓടിക്കുക എന്നുള്ളൊരു രീതിയിൽ അങ്ങനത്തെ ഒരു പ്രോട്ടോടൈപ്പ് അവർ ഇറക്കുകയുണ്ടായി. അതായത് ഇപ്പൊ അവർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഏക്കർ സ്ഥലത്ത് നിന്ന് മൃഗങ്ങളെ അകറ്റാൻ സിസ്റ്റം ഫലപ്രദമായി പ്രവർത്തിക്കുന്നതിന് ഒരു റൊട്ടേറ്റിംഗ് ക്യാമറ ഉൾപ്പെടെയുള്ള ഇതൊക്കെ ഒരു സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വിദ്യാഭ്യാസത്തിന്റെ രീതികൾ എങ്ങനെ ഒരു വിദ്യാർത്ഥിയെ അവന്റെ അല്ലെങ്കിൽ അവളുടെ ചിന്തകളെ റിയൽ വേൾഡ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പ്രാപ്തരാക്കുന്നു എന്നതിനുള്ള ഒരു മികച്ച ഉദാഹരണമാണിത്. അപ്പം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെയും ഒരു മികച്ചൊരു എക്സാമ്പിൾ ആയിട്ട് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ മേഖലയിൽ നോക്കി കഴിഞ്ഞാൽ കേരളം പണ്ട് മുതലേ ആരോഗ്യത്തിലൊക്കെ നല്ല ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചൊരു സംസ്ഥാനമാണ്. അപ്പോൾ അതിനകത്ത് പല ആപ്ലിക്കേഷൻസ് ഉണ്ട് ആരോഗ്യ രംഗത്ത്. ഇപ്പോൾ നമ്മൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും, അതായത് രോഗനിർണയ പ്രക്രിയയിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന എന്നൊക്കെ. അതായത് നിർമ്മിത ബുദ്ധിയുള്ള ഡയഗ്നോസിസ് സംവിധാനങ്ങൾ രോഗത്തിന്റെ ലക്ഷണങ്ങൾ വിശകലനം ചെയ്ത് ഡോക്ടർമാർക്ക് വേഗത്തിൽ ശരിയായ ചികിത്സ നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ പകർച്ചവ്യാധികൾ, ക്യാൻസർ, ഹൃദയരോഗങ്ങൾ, അങ്ങനെ പല രോഗിയുടെ മെഡിക്കൽ ഹിസ്റ്ററി, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ശരിയായ മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ടൊരു കാര്യങ്ങൾ ഇപ്പോൾ ലോകത്തുണ്ട്. പിന്നെ ഫാർമസ്യൂട്ടിക്കൽ റിസർച്ചിനകത്ത്, അതായത് പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുക, അവയുടെ ഫലപ്രാപ്തി വിശകലനം ചെയ്യുക, AI ഉപകരണങ്ങൾ വെച്ചിട്ട് ഇതൊക്കെ മരുന്നുകളുടെ സെലക്ഷൻ അല്ലെങ്കിൽ വികസനം, ക്ലിനിക്കൽ ട്രയൽസ് വരെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ AI ഉപയോഗിച്ച്. അപ്പൊ അത് ബേസിക്കലി പുതിയ മരുന്നുകളുടെ വികസന സമയവും ചെലവും കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന സംഭവമുണ്ട്. നമ്മൾ നേരത്തെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ പേഴ്സണലൈസ് ആയിട്ടുള്ള ഈ പഠിപ്പിന്റെ കാര്യങ്ങൾ പറഞ്ഞ പോലെ പേഴ്സണലൈസ് മെഡിസിൻ, അതായത് AI സഹായത്തോടെ വ്യക്തിഗത ചികിത്സാ മാർഗങ്ങളും രൂപകൽപ്പന ചെയ്യാനും, അതായത് ആധുനിക
ജീനോമിക് ഡേറ്റ അനലിറ്റിക്സ്, രോഗികളുടെ പ്രത്യേകത അടിസ്ഥാനത്തിൽ വ്യക്തിഗത ചികിത്സ, മ്യൂട്ടേഷനുകൾ, ജനറ്റിക് പ്രത്യേകതകൾ എന്നൊക്കെ ഒരുമിച്ചാക്കിയിട്ട് കാര്യക്ഷമമായ ചികിത്സയ്ക്ക് വഴിയൊരുക്കാൻ പറ്റും. മറ്റൊന്ന് മെഡിക്കൽ ഇമേജിംഗ് വഴിയുള്ള ഡയഗ്നോസിസ് ആണ്. അതായത് മെഡിക്കൽ ഇമേജിംഗ് എന്നൊക്കെ ആ ടേംസ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ മെഡിക്കൽ ഇമേജിംഗ്, അതായത് ഹൃദയരോഗം, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ കണ്ടെത്തുന്ന പ്രത്യേക മസ്തിഷ്കം, അസ്ഥി, മാംസപേശി, ഇതൊക്കെ എനിക്കിതിനകത്ത് വലിയ മെഡിക്കൽ ടേംസ് വലിയ ഐഡിയ ഇല്ല, പക്ഷേ ഞാൻ എൻ്റെ ഓർമ്മ എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിനൊക്കെ മെഡിക്കൽ ഇമേജിംഗ് വെച്ച് AI ടൂൾ വെച്ചിട്ടൊക്കെ ഒരുപാട് നല്ല മെച്ചപ്പെട്ട ചികിത്സാ രീതികൾ നമുക്ക് ഏഹ് ചെയ്യാൻ പറ്റും. പിന്നെ റോബോട്ടിക് സർജറിയാണ്. അത് നമ്മൾ ഓൾറെഡി കേരളത്തിലെ പല ആശുപത്രികളിലും ഇപ്പോൾ റോബോട്ടിക് സർജറിയുടെ സംവിധാനങ്ങളുണ്ട്. അതായത് റോബോട്ടിക് സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് സർജറികൾക്ക് പ്രിസിഷനും അതിൻ്റെ സേഫ്റ്റിയും ഒക്കെ കൂട്ടാൻ പറ്റും. AI അടിസ്ഥാനമാക്കിയിട്ടുള്ള റോബോട്ടുകൾ ചെറുതായ മറ്റേ ഏറ്റവും ചെറിയ സങ്കീർണമായ ശസ്ത്രക്രിയകൾ വരെ നടത്താൻ സഹായിക്കുന്നുണ്ട്. കൂടാതെ ചികിത്സയിലുള്ള ചെലവിൻ്റെ അളവ് ഒന്ന് കുറയ്ക്കാൻ പറ്റുമെന്നാണ് റിസർച്ചുകൾ പറയുന്നത്. പക്ഷെ ഇതിനകത്ത് മറ്റ് വെല്ലുവിളികൾ ഈ പറഞ്ഞ പോലെ ഡാറ്റ പ്രൈവസി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ട് ഏഹ് നേരിടണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ IT നിയമങ്ങൾ, ഡാറ്റ സംബന്ധിച്ചുള്ള നിയമങ്ങൾ ഒക്കെ ചെയ്യേണ്ടതുണ്ട്. കാരണം രോഗികളുടെ വ്യക്തിത്വ സംരക്ഷണം, ഡാറ്റയുടെ സുരക്ഷ, ഇതൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ. മറ്റൊരു കാര്യം ഇതിലെ ആധികാരികതയും അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് AI ഉപയോഗിക്കുമ്പോൾ. അതായത് രോഗനിർണയം എന്നൊക്കെ പറയുമ്പോൾ ഒരു കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ഈ തെറ്റായ ഫലങ്ങൾ ഉണ്ടാവാം. ഈ പറഞ്ഞ പോലെ ഈ ഡേറ്റ അനുസരിച്ച് തരുന്ന റിസൾട്ട് ആണല്ലോ. അപ്പോൾ അതൊക്കെ ഈ ആരോഗ്യ പരിപാലനത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാവുന്ന ഒരു ഭയം ഇതിനകത്തുണ്ട്. ഈ ഒരു വിഷയം നമ്മൾ തുറന്ന ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. പിന്നീട് നമുക്ക് കാർഷിക മേഖലയിലേക്ക് വരികയാണെങ്കിൽ അതിനകത്ത് ഏഹ് ഏഹ് സ് കേരളത്തിന്റെ സാമ്പത്തികത്തിന്റെ തന്നെ അടിസ്ഥാന മൂലകളിലൊന്നാണ് കാർഷിക മേഖല. ഈ മേഖലയിൽ AIക്കും ഒരുപാട് പങ്കുണ്ട്. കാരണം പല പല സാധനങ്ങൾ, ഫാമിംഗ് ടെക്നോളജി, ഡ്രോൺ നിരീക്ഷണം, സ്മാർട്ട് ഇറിഗേഷൻ, വെതർ ഫോർകാസ്റ്റിംഗ്, ഇതൊക്കെ കാർഷികത്തിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഏഹ് കൃഷിയിൽ നിന്നുള്ള വരുമാനം, ഫലപ്രാപ്തി, മണ്ണിന്റെ ഗുണമേന്മ എന്നീ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യാൻ AI നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത്തരം മെട്രിക്സ് ഉപയോഗിച്ച് നമുക്ക് വിളയുടെ ഗുണമേന്മയും അത് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഫീൽഡ് സ്പെസിഫിക് ഡേറ്റ ഒക്കെ ശേഖരിക്കാൻ പറ്റും. അത് ശേഖരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഇടവേളകൾ, അതായത് ആ മണ്ണിന് എത്ര വളം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ ഇതിനൊക്കെ ബേസിക്കലി വന്ന് ഡാറ്റയാണ്. മാത്രമല്ല നമ്മൾ കാലാവസ്ഥയെ കുറിച്ച് പറഞ്ഞു, ഈ പ്രഡിക്ഷൻസ്, അത് ആ പ്രഡിക്ഷൻ ഉപയോഗിച്ച് കൃഷി ജോലികൾ ചെയ്യുന്നത് ഈ നഷ്ടങ്ങൾ ഒരുപാട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആണ്. ഉൽപാദന സാമഗ്രികളുടെ ആവശ്യകത AI ടൂൾ വെച്ച് നമുക്ക് കിട്ടാൻ സാധിക്കും. ഇത് ഓൾറെഡി ചെയ്യുന്നുണ്ട് ലോകത്ത് പല സ്ഥലത്തും. ചൈനയിലൊക്കെ ഇതൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ കൃഷി നിലത്തിന്റെ ശാസ്ത്രീയ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ പാരാമീറ്ററും കണക്ക് കൂട്ടിയിട്ട് അത് നല്ല മണ്ണാക്കാനുള്ള പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിക്കാനുള്ള സോഫ്റ്റ്വെയർ വരെ ഇന്നുണ്ട്. പിന്നെ കൃഷിയെ സംബന്ധിച്ച് മറ്റൊരു പ്രശ്നമാണ് കൃഷി കീടങ്ങൾ. അപ്പോൾ ഈ കീടങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പലപ്പോഴും വാർത്തകൾ കണ്ടിട്ടുണ്ടാവും. ഈ പറഞ്ഞ പോലെ ഈ കീടങ്ങളുടെ അറ്റാക്ക് കാരണം കൃഷി നശിച്ചു പോയി. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരിടാൻ വേണ്ടി മികച്ച മാർഗങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അപ്പോൾ നമുക്ക് പോലും അറിയാത്ത പല മെത്തേഡ്സും ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് പല സ്ഥലത്തും. അപ്പോൾ അതൊക്കെ ഒരു സോഫ്റ്റ്വെയർ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോ സമയത്തും പറയും ഇന്ന സാധനങ്ങൾ ചെയ്യുക അങ്ങനെയൊക്കെ. അങ്ങനെയൊക്കെ ഡാറ്റ കളക്ട് ചെയ്ത് പണ്ട് മുതലേ അവർ തുടങ്ങിയിട്ടുണ്ട്. ഡാറ്റ ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അവർക്ക് ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയറിനെ ബന്ധിപ്പിക്കേണ്ട ജോലി മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ വിർച്വൽ അസിസ്റ്റന്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ചാറ്റ് ബോട്ട് ഒക്കെ. ഈ ചാറ്റ് ബോട്ട് ഒക്കെ പോലെ ഒരു കൃഷിക്കാരുടെ പ്രവർത്തനങ്ങളിലെ ചോദ്യങ്ങൾക്ക് തത്സമയത്തിൽ മറുപടി കിട്ടാനൊക്കെ അങ്ങനെ ചാറ്റ് ബോട്ട് ഡെവലപ്മെന്റ്, അതിനകത്തും ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള മറുപടി തന്നെ നമുക്ക് കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും പറ്റണം. അപ്പൊ ഇതൊക്കെ കൃഷി മേഖലയിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ കൃത്യമായി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ. ഇതിനകത്തും വെല്ലുവിളികളുണ്ട്. ഈ പറഞ്ഞ പോലെ ഡാറ്റ പ്രൈവസി ഇഷ്യൂസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ പറഞ്ഞ പോലെ
കേരളം ഇപ്പോൾ നിർമ്മാണ മേഖലയിൽ സ്റ്റാർട്ടപ്പ്, ഇ-കൊമേഴ്സ്, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ ഭയങ്കര വിപ്ലവകരമായ മുന്നേറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇത് ആദ്യം വിചാരിച്ചപ്പോൾ ഒരു കാര്യം പറയാൻ വിചാരിച്ചു. കാരണം ഈ AI സംവിധാനത്തോടെ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി, എനിക്കറിയാവുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ വ്യവസായ മന്ത്രി സഖാവ് പി രാജീവ് ഇതിനെ പറ്റി പരാമർശിക്കണ്ടായി. അതായത് അവര് ഒരു റോബോട്ടിക് ആമാണ് ഉണ്ടാക്കുന്നത്. അത് ഇവിടെ നാട്ടിൽ വെച്ച് തന്നെ ഉണ്ടാക്കിയിട്ട് അവരത് എക്സ്പോർട്ട് ചെയ്യാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് ഒരു ആം പൾസ് ആണ്. അപ്പൊ എന്താ വെച്ചാൽ കാറുകൾ ടച്ച് സ്ക്രീനൊക്കെ ടെസ്റ്റ് ചെയ്യണമല്ലോ, നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യണമല്ലോ. അപ്പൊ അത് ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് അതിന്റെ വലിപ്പം, അതിന്റെ എത്ര ഇടവേളയിൽ ടച്ച് ചെയ്തിട്ട് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ അവർ കോഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആ ആം വെച്ചിട്ട് അവർ ഇത് ടെസ്റ്റ് ചെയ്തിട്ടാണ് കാറിന്റെ നമ്മുടെ ടച്ച് സ്ക്രീനൊക്കെ ഇറങ്ങുന്നത്. അപ്പൊ ഇത് വലിയൊരു ഇതാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. കാരണം ഇപ്പൊ ഒരുപാട് റോബോട്ടിക് കമ്പനീസ് എറണാകുളത്ത്, നമ്മുടെ നാട്ടിൽ കൊച്ചിയില് ഭാഗത്തൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉൽപാദന ഘടകങ്ങൾ, മെക്കാനിക്കൽ സിസ്റ്റങ്ങൾ, ക്വാളിറ്റി കൺട്രോൾ എന്നിവയിലെ ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ കാര്യക്ഷമതയും ഉൽപാദനക്ഷമതയും ഒക്കെ വർദ്ധിക്കും. പ്രത്യേകിച്ച് നിർമ്മാണ മേഖലയിൽ റോബോട്ടിക് പ്രക്രിയ കൃത്യതയും സമയലാഭവും. പക്ഷെ നമ്മൾ വേറൊരു കാര്യം കൺസിഡർ ചെയ്തിട്ട് തൊഴിൽ നഷ്ടമില്ലാത്ത രീതിയിൽ വേണം ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്നാണ് എൻ്റെ അഭിപ്രായം. വ്യവസായ മേഖലയിൽ മറ്റൊന്നാണ് ഈ AI സഹായത്തോടെ ഈ ഉൽപ്പന്നങ്ങളുടെയൊക്കെ ലൈവ് സ്റ്റോക്കുകൾ കൃത്യമായി മാനേജ് ചെയ്യുക. അതായത് ഉൽപാദന ശൃംഖലകളിലെ അനാവശ്യ ചെലവുകൾ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഇതിലൊക്കെ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കുക. മെച്ചപ്പെട്ട ഇൻവെന്ററി മാനേജ്മെന്റ് സൊല്യൂഷൻ നമുക്ക് കിട്ടും. ഇതൊക്കെ ഒരു സാസ് പോലത്തെ സോഫ്റ്റ്വെയർസ് ആയിട്ട് അവൈലബിൾ ആണ് ഇപ്പോൾ ഓൾറെഡി. ഇനി ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് AI ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ പറയാൻ വിചാരിക്കുന്നത്. ഇപ്പൊ കേരളം സാമൂഹ്യ സേവനങ്ങൾക്കും വികസന പദ്ധതികൾക്കും വളരെയധികം പ്രശസ്തമാണ്. സാമൂഹ്യനീതിയും ക്ഷേമ നയങ്ങളുടെ സാങ്കേതിക പരിജ്ഞാനവും വിപുലീകരിക്കാൻ കേരള സർക്കാർ സാധ്യമായ ഏറ്റവും നല്ല മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. AI സാങ്കേതികയുടെ വരവ് ഈ പ്രവർത്തനങ്ങളെ കൂടുതൽ കാര്യക്ഷമവും ജനകീയവും പുതിയ തലത്തിലേക്കുള്ളൊരു പരിഹാരങ്ങളും കാണിക്കും. AI സംയോജനത്തിലൂടെ സർക്കാർ നയങ്ങളിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. നമുക്ക് ക്ഷേമ പദ്ധതികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ പറ്റും. അതായത് AI സഹായത്തോടെ സർക്കാരിന് വിപണി നയങ്ങളിൽ കൂടുതൽ പ്രായോഗികവും സമഗ്രവുമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാം. സാമൂഹ്യ നയം രൂപീകരിക്കാനായിട്ട് AI ഡാറ്റ അനലിസ്റ്റിക്സ് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ, തത്സമയ വിപണി വിശകലനം എന്നിവയൊക്കെ ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ തക്ക രീതിയിലുള്ള നയങ്ങളും രൂപപ്പെടുത്താൻ പറ്റും. പിന്നൊന്ന് എല്ലാ വിഷയങ്ങളും ഇപ്പൊ പ്രവാസികൾ നമ്മളെ വലിയൊരു ശക്തിയാണ്. അപ്പൊ അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഈ പറഞ്ഞ പോലെ അവരുടെ സ്ഥിതിവിവരങ്ങൾ ശേഖരിക്കുക, അവരുടെ ആവശ്യകത തിരിച്ചറിയുന്നതിലും ഇതൊക്കെ ഇതിലെല്ലായിടത്തും നമുക്ക് AI ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് അവർക്കൊരു ഇവരുടെയൊക്കെ ഡീറ്റെയിൽസ് സുരക്ഷിതമായിട്ട് നമുക്ക് അക്കൗണ്ടിങ് ചെയ്യാം, മേൽനോട്ടം ചെയ്യാം, മറ്റു പരിഹാരങ്ങൾ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ പലതും. പിന്നെ എല്ലാ മേഖലകളിലും ഇപ്പൊ ആരോഗ്യത്തിന്റെ നമ്മൾ സംസാരിച്ചു. ആരോഗ്യത്തിന്റെ ഒരു ആരോഗ്യരംഗത്തെ AI ഉപയോഗത്തിന് കൃത്യമായിട്ടുള്ളൊരു നയം രൂപീകരിക്കുക. അതെങ്ങനെ സർക്കാരിന് ഇതിന്റെ മേൽനോട്ടം, ആരോഗ്യ സേവനങ്ങളുടെ മേൽനോട്ടം എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കുക. പിന്നെ ഈ ടെലിമെഡിസിൻ, ഡയഗ്നോസിസ് സംവിധാനങ്ങൾ എന്നിവ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജനങ്ങളുടെ സേവനം ചെയ്യുന്നതിനുള്ള വേഗം, കൃത്യത, അല്ലെങ്കിൽ അതിന്റെ ലഭ്യത, അതിന്റെ കാര്യക്ഷമത നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. അതുപോലെ വിദ്യാഭ്യാസ നയത്തിലും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിനകത്തും ഈ പറഞ്ഞ പോലെ സർക്കാരിന് ഒരുപാട് കാര്യങ്ങൾ, അതായത് വിദ്യാർത്ഥികളുടെ പഠനശേഷി, അക്കാദമിക് നേട്ടങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങളുടെ അതിന്റെ പരിഹാരം, അതൊക്കെ വിശകലനം ചെയ്യാൻ വേണ്ടി AI വെച്ച് നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ചെയ്ത് കഴിഞ്ഞാൽ നടക്കും. മറ്റൊന്ന് സ്റ്റാർട്ടപ്പുകളുടെ മേഖലയാണ്. സ്റ്റാർട്ടപ്പിൽ നോക്കുന്നത് പറഞ്ഞ പോലെ ഈ അവര് ബേസിക്കലി ഒരു വിപണിയില് സത്യസന്ധമായിട്ടുള്ള ഡാറ്റ അനാലിസിസിന് അവര് എപ്പോഴും നോക്കും. കാരണം ചെറിയ കമ്പനികളാണല്ലോ. അപ്പോൾ ബിസിനസ് അനലിറ്റിക്സ് ഉപയോഗിച്ച് AI സഹായത്തോടെ സ്റ്റാർട്ടപ്പുകൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതായത് ഉപഭോക്തൃ പെരുമാറ്റം, വിപണിയുടെ ട്രെൻഡ്, പിന്നെ ഒരു കോമ്പറ്റീറ്റർ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ, ഇതൊക്കെ ഏകദേശ അനലിറ്റിക്സ് ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് ബിസിനസ് ഡിസിഷൻ വരെ എടുക്കാൻ വേണ്ടി സ്റ്റാർട്ടപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്.
പിന്നെ ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുക. കാരണം വെച്ച് കഴിഞ്ഞാൽ കാരണം ഇത് ചെറിയ ചെറിയ കമ്പനികൾ സ്റ്റാർട്ടപ്പുകളാകുമ്പോൾ അവർക്ക് അവരുടെ ക്ലയൻസ് എന്നുള്ളത് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒരു സർവീസ് ഓട്ടോമേഷൻ അല്ലെങ്കിൽ ഒരു വ്യക്തിഗത ഉപദേശം ഇതൊക്കെ നമുക്ക് AI വെച്ച് അവർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ റിസോഴ്സ് മാനേജ്മെന്റ്, അതായത് മേ ബി ഫിനാൻഷ്യൽ മാനേജ്മെന്റിനുള്ള ടൂൾസ്, അതൊക്കെ ഇവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവർക്ക് ചെലവ് നിയന്ത്രിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻകം അനാലിസിസ്, അതൊക്കെ AI ഉപകരണങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ വെല്ലുവിളികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ AI ഉപകരണങ്ങളുടെ ഉപയോഗം ഒരു വലിയ സാമ്പത്തിക നിക്ഷേപം അനാവശ്യമാണ്. ചെറുകിട സ്റ്റാർട്ടപ്പുകൾ ചിലപ്പോഴേ ഇതൊക്കെ പറ്റൂ. ഒരു മിഡ് ലെവൽ സ്റ്റാർട്ടപ്പുകൾക്കാണ് ഇതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. പിന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു പരിജ്ഞാനത്തിന്റെ ഒരു അഭാവം എപ്പോഴും ഒരു വെല്ലുവിളിയായിട്ട് വരാറുണ്ട്. കാരണം ഇത് കൈകാര്യം ചെയ്യുന്നതിനുള്ള പരിജ്ഞാനമുള്ള വ്യക്തികളെ എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതായിട്ട് വരും. നമുക്ക് കോച്ചിങ് കൊടുക്കേണ്ടി വരും, നേരത്തെ സംസാരിച്ച പോലെ. അങ്ങനത്തെ കുറച്ച് പരിപാടികളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടി വരും. ഇതൊക്കെയാണ് എയുടെ അപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ. ഈ മേഖലകളിലൊക്കെ എക്ക് എത്ര കണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സ്റ്റഡിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഭാവിയിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും നമുക്കെല്ലാവർക്കും സേഫായ രീതിയിൽ AI ഉപയോഗിക്കാൻ, AI AI ബേസ് ചെയ്തിട്ടുള്ള ടൂളുകൾ, അതിന് പറ്റിയ നിയമങ്ങളടക്കം ഉണ്ടാക്കുന്നതിൽ സർക്കാരിന് ഒരു AI പോളിസി ഉണ്ടാക്കാൻ കഴിയട്ടെ. അതിൻ്റെ അവസാന ഘട്ടത്തിലാണെന്ന് അറിഞ്ഞു. അപ്പോൾ അതൊക്കെ വരുന്നത് നമ്മുടെ ഭാവിക്ക് ഏറ്റവും നല്ലൊരു അസറ്റായിട്ട് മാറും. അപ്പോൾ കേരളത്തിൻ്റെ നവകേരള സൃഷ്ടിയിൽ നിർമ്മിത ബുദ്ധിയുടെ പങ്ക് അത് അനിവാര്യമാണെന്ന് തന്നെ ആണ് നമുക്കെല്ലാവർക്കും ഇപ്പോൾ പറയാൻ പറ്റുന്നത്. അത് അതിൻ്റെ സാങ്കേതിക വിദ്യയിൽ കൂടുതൽ നിക്ഷേപം നടത്തുകയും നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോജനം ലഭ്യമാക്കുകയും ചെയ്താൽ കേരളം വികസനത്തിനും കൂടെ സാമൂഹ്യ സാമ്പത്തിക വളർച്ചയ്ക്കും പുതിയ പരിധികൾ ഉണ്ടാക്കും. അത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു ആഗോള മാറ്റത്തിന്റെ കഴിവിലേക്ക് നയിക്കട്ടെ. അഭിവാദ്യങ്ങൾ. നന്ദി. ഇതോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ ഓപ്പൺ ഡിസ്കഷൻസ് വല്ലതുണ്ടെങ്കിൽ ഇങ്ങനെ ആവാം.